ഇന്നലത്തെ മഴയും കൂടി കിട്ടിയപ്പോൾ തോട്ടത്തിൽ നല്ല നനവ് വന്നിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി കാപ്പിത്തോട്ടത്തിൽ വളരലാണ് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 16-16-16 കോംപ്ലക്സ് വളമാണ്. അപ്പൊ നല്ല മഴയൊക്കെ കിട്ടി ഒന്ന് ഭൂമിയൊക്കെ തണുത്ത് കഴിഞ്ഞാലാണ് ഞങ്ങൾ ഇതുപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കല്. അപ്പൊ നിതിനും ഉണ്ട് കേട്ടോ. നിതിന് വളമൊക്കെ ബക്കറ്റിൽ നിറച്ചിങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ പെട്ടെന്ന് ഇടണം. അതുകൊണ്ട് നിതിനും നാസർക്ക് ഞാനൊക്കെ ഇവിടെ സ്പീഡിലാണ് വളരുന്നത്. നാസർക്ക് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഞാൻ ചാക്കൊക്കെ ഇറക്കി ഒന്ന് സെറ്റ് ആക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതാട്ടോ വളം നല്ല അടിപൊളി 16-16 ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ കോംപ്ലക്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ ചെടികൾക്കൊക്കെ പെട്ടെന്ന് നല്ല കരുത്തും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഞാൻ പോവല്ലേ നാസർക്ക് ആ സൈഡിലല്ലേ ഓരോരുത്തരോ ഭാഗം വേണ്ട ഇട്ട് വരികയാണ്. ഇതിനങ്ങോട്ട് പോരെ, ഇവിടുന്ന് തുടങ്ങിക്കോ. നമുക്ക് നല്ല മഴയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമിയിലൊക്കെ നല്ല തണുപ്പ് വന്നതിന് ശേഷം കേട്ടോ വളരെ നേരത്തെ ഇട്ട് കഴിഞ്ഞാലൊക്കെ കറക്റ്റ് പിടിക്കാതൊക്കെ വരും. പിന്നെ വെയിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇന്നെന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ്. ഒരു മൂടിക്കെട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഉച്ച കഴിഞ്ഞ് കുറച്ച് ചെറിയൊരു മഴയൊക്കെ കിട്ടിയാൽ ഒന്നുകൂടെ സെറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് തുടങ്ങാൻ നീ അവിടെ നിന്നല്ലടാ. എല്ലാവരും ഓരോ ഭാഗത്ത് നിന്ന് ഇട്ടാലേ വേഗം പരിപാടി ചെയ്യും. അപ്പൊ കാപ്പിച്ചെടീന്റെ അടിയൊക്കെ നമ്മൾ ഇതുപോലെ ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2 ദിവസം മുന്നേ തന്നെ നമ്മൾ ചെയ്ത് വെച്ചാണ്. പിന്നെയൊക്കെ തണുപ്പും മഴയൊക്കെ കിട്ടിയിട്ട് ഇടാന്ന് വെച്ചതാ. ഇങ്ങനെ കളകളൊക്കെ നീക്കി ചെടീന്റെ അടിയിലൊക്കെ ഇതുപോലെ കരിയില മാത്രമേ ഉണ്ടല്ലോ. കരിയില എന്ന് പറഞ്ഞാൽ കാപ്പിയുടെ ഇല കൊഴിഞ്ഞതൊക്കെ. അപ്പൊ അതൊക്കെ റൗണ്ടില് ചെത്തി വെച്ചേക്കുന്നത്. എല്ലാ ചോടും കണ്ടില്ലേ, ഓരോരോ കാപ്പിച്ചോടും ഇങ്ങനെ വൃത്തിയാക്കി പോയിട്ടുണ്ട്. ഇനി നമ്മൾ വളമിട്ട് കൊടുക്കുക. ഇങ്ങനെ ചോട്ടിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയാണ് ഓരോ ചെടിക്ക് ഇടുന്നത്. നമ്മൾ കാപ്പിച്ചെടീന്റെ ഇടയിലായിട്ട് ഗ്യാപ്പിലൊക്കെ ഇതുപോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ഇത് മാംഗോസ്റ്റാണ്. തൊട്ടപ്പുറത്തെ സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ വളർത്തി പോകുന്നുണ്ട്. നമ്മൾ ചോടൊക്കെ വൃത്തിയാക്കുമ്പോൾ എല്ലാത്തിനും ചോട് ഇതുപോലെ ചെത്തി വൃത്തിയാക്കും. അപ്പൊ നമുക്ക് ഒരേ സമയം എല്ലാത്തിനും വളം കൊടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഗ്രാമ്പുണ്ട്, ജാതിക്ക ഉണ്ട്, അതിനൊക്കെ ചെത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇടാത്തത് തെങ്ങിനിടുന്നില്ല. തെങ്ങിനും കുരുമുളകിനും നമ്മൾ ഒന്നുകൂടെ റെഡി ആക്കിയിട്ട് വളം ഇടുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇത് കണ്ടില്ല, ഓറഞ്ചിന്റെ തൈയൊക്കെയാണ്. ഇതിനൊക്കെ റൗണ്ടിൽ നമ്മൾ വളമിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവക്കാടോ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവക്കാടോന്റെ തൈയിനൊക്കെ ഈ സമയത്ത് എല്ലാത്തിനും ഇപ്പൊ ഈ നനവ് കിട്ടുമ്പോഴേ വളം കയറി കഴിഞ്ഞാൽ ചെറിയ ചെടികളൊക്കെ പെട്ടെന്ന് പൊന്തിയും കിട്ടും. ഇപ്പൊ കായ്ക്കുന്നതിനൊക്കെ കായ്കളൊക്കെ നല്ല പിടിച്ചും കിട്ടും. കാപ്പിയുടെ അരിമ്പ് കണ്ടില്ലേ, അരിമ്പൊക്കെ നല്ല സെറ്റായി. അതിന് നമ്മൾ ചെടിയൊക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടോ, കവാത്ത് ചെയ്ത് പ്രൂണിങ് കവാത്ത് എന്ന് പറയും. കവാത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ വേണ്ടാത്ത കൊമ്പുകളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി നല്ല സെറ്റാക്കിയതാണ്. അപ്പൊ അതിന് ശേഷം അരിമ്പുകൾ പിടിച്ചിട്ടുണ്ട്. പിടിച്ച അരിമ്പുകളൊക്കെ ഇനി പെട്ടെന്ന് കാപ്പി കുരുവായിട്ട് വരും. ഈ വളമൊക്കെ കയറി കഴിയുമ്പോൾ കണ്ടോ ചെറിയ ചെറിയ കുരുവിന്റെ ഒരു ഇതിലോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ഇനി കാപ്പി കുരുവായി മാറും. അതിനൊക്കെ നമ്മൾ ഈ സമയത്ത് വളം ഇട്ട് കൊടുക്കുന്നത്. കുറച്ചുകൂടെ നേരത്തെ ഇട്ട് കൊടുക്കുന്നതിന് പക്ഷെ നമുക്ക് മഴ കിട്ടിയത് ഗ്യാപ്പ് ഇട്ടാ ശരിക്കും ഇങ്ങോട്ട് നനവ് വന്നിട്ടില്ല. ഈ ഭാഗത്തൊക്കെ ഇതിനിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ മുന്നേ ഇവിടുന്ന് അങ്ങോട്ടും ഇട്ട് പോകണം. തെങ്ങിന് പിന്നെ നമ്മൾ തടമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു വളം കൊടുക്കും. അപ്പൊ അത് ഈ തിരക്കിൽ നമുക്ക് എല്ലാം ഒരേപോലെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ കുരുമുളകിന് നമ്മൾ രാസവളം അങ്ങനെ ഇട്ട് കൊടുക്കില്ല. നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടിയും ആട്ടിൻകാഷ്ടം മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ചോടൊക്കെ വൃത്തിയാക്കിയിട്ട് അത് വേറെ പണിയുണ്ട്. നമ്മൾ കാപ്പിച്ചെടികൾക്കൊക്കെ ഒരേ അളവിന് തന്നെയാണ് വളം ഇടുന്നത്. ഫ്രൂട്ട്സിന്റെയും മറ്റു തൈകൾക്കൊക്കെ ചെറിയ തൈയിന് അതിനനുസരിച്ച് വളം കുറയ്ക്കും. നല്ല കായ്ക്കുന്ന തൈയിന് കുറച്ച് കൂടുതലൊക്കെ ഇട്ട് കൊടുക്കണം. ഇതിന് പിന്നെ ഒരേ അളവ്, ഒരേ പ്രായത്തിലുള്ള കാപ്പിച്ചെടികളാണ് നമ്മുടെ തോട്ടത്തിലുള്ളത്. കണ്ടില്ലേ, നമ്മൾ പ്രൂണിങ് കഴിഞ്ഞാൽ തന്നെ ചെടിയൊക്കെ നല്ല പടർന്നു വരും. ഇവിടെയൊക്കെ ഇനി പുതിയ റെക്കകളൊക്കെ പൊട്ടാനുണ്ട്. ഇതുപോലെ പുതിയ വാതുകൾ വരും. ഇതൊക്കെ അടുത്ത വർഷത്തേക്ക് കാപ്പി സെറ്റ് ആവാനുള്ള വാതുകളാണ്. അതൊക്കെ ഈ വളം പിടിച്ചു കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് പുതിയ തേപ്പും കാര്യങ്ങളൊക്കെ വരിക.
ഇപ്പൊ തന്നെ പുതിയ 2 മഴയൊക്കെ കിട്ടിയപ്പോൾ ഉണ്ടല്ലേ, ഇതിന്റെ എൻഡിലൊക്കെ ഉള്ള തളിരില നല്ല പുതിയ ഇല എല്ലാത്തിന്റെ തലപ്പുറത്ത് കാണാം. ഇതുപോലെ ഇല പൊട്ടും. ഇതൊക്കെ നമ്മൾ വളരെ മോശമുള്ള ചെടിയൊക്കെ നല്ല പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് റെഡിയായി വരണം കേട്ടോ. ഇതൊക്കെ ഫുള്ള് വെട്ടി കൊടുത്തു. ഇനി ഇതൊക്കെ വന്ന് പുതിയ വാത് വരും. വളത്തിനൊക്കെ ഇപ്പം നല്ല വിലയാണ്. ഇതന്നെ ഇപ്പൊ 16 ഒരു ചാക്കിന് ശേഷം നമുക്ക് 2000 രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട്. നമുക്കിപ്പോ കാപ്പിക്ക് വിലയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ പിടിച്ചു വെക്കാം. കാപ്പിക്കൊക്കെ വില കുറഞ്ഞാലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ വില കുറഞ്ഞാൽ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് ലാഭത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. വളമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി വേഗം നമ്മൾ ഇതൊക്കെ ഒന്ന് തട്ടി മൂടി കൊടുക്കണം. ഇതുപോലെ നമ്മൾ ചെത്തി വെച്ചതും മണ്ണൂടെ ഇങ്ങനെ ഒന്ന് മൂടി കൊടുക്കുക. ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ നല്ല കനത്തിൽ മഴ പെയ്താൽ നമ്മൾ ഇട്ട് കൊടുത്ത വളമൊക്കെ ചെടിക്ക് കിട്ടാതെ പോയി പോകും. അപ്പോൾ ഇതാകുമ്പം കറക്റ്റ് നമ്മളൊരു പൊതയിട്ട് പോലെ അങ്ങനെ നിന്നോളും. നമ്മൾ വലിച്ചു വെച്ച ഈ ചണ്ടികളൊക്കെ ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ചൊരു മണ്ണ് കിട്ടുന്ന കൈക്കോട്ടിന് കിട്ടുന്ന മണ്ണൊന്ന് കൊത്തി വെച്ചു കൊടുക്കുക. നമ്മൾ ജൈവവളം ഇടുന്ന പോലെയല്ല, രാസവളം ഇടുമ്പോൾ കാലാവസ്ഥയും കൂടെ കറക്റ്റായിട്ട് കിട്ടണം. അപ്പൊ ഇതുപോലെയുള്ള നല്ല കാലാവസ്ഥയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വേഗം വളം ഇട്ട് കൊടുക്കുക. ഇവിടെ വയനാട്ടിലെല്ലാവരും കാപ്പി കൃഷിയാണ് കൂടുതൽ. അപ്പം ഈ ഒരു സമയം വളം ഇടുന്ന തിരക്കിലായിരിക്കും. അപ്പൊ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഇനി വേഗം എല്ലാം ഇതുപോലെ മൂടിപ്പോണം. ഉച്ചയ്ക്ക് ശേഷം മഴ എന്തായാലും പെയ്യും. അപ്പൊ നമ്മുടെ പണികളൊക്കെ ഞാൻ തീർക്കും വേണം.